നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചോറിന് പറ്റിയ നല്ല അടിപൊളി ഒരു അരച്ചുകൂട്ടാൻ കറിയാണ്. അപ്പോൾ നമുക്ക് മുരിങ്ങക്കായും ചക്കക്കുരു മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കാവുന്ന നല്ല അടിപൊളി ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഒഴിച്ചുകൂട്ടാൻ അല്ലെങ്കിൽ അരച്ചുകൂട്ടാൻ വെക്കുന്നതിന് 2 മുരിങ്ങയ്ക്ക, ഒരു വലിയ മാങ്ങ, ഒരു 5 പച്ചമുളക്, ഒരു 15 to 20 ചക്കക്കുരു, ഒരു 3 തണ്ട് കറിവേപ്പില, ഇത്രയും സാധനം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചു കൂട്ടാനൊക്കെ വെക്കുമ്പോൾ കഴിവതും കറിച്ചട്ടിയിൽ തന്നെ വെക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഒരു ചക്കക്കുരു നീളത്തിൽ 2ആയിട്ട് പിളർന്നതാണ്. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ ഈ പുറത്തെ വെള്ളപ്പാട മാത്രം കളഞ്ഞാൽ ഇത് അധികം കളയണ്ട. ഇത് അത്യാവശ്യം ഗുണമുള്ള സാധനമാണെന്നാണ് നമ്മുടെ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനൊരു 10-20 ചക്കക്കുരു നീളത്തിൽ നെടുകെ പിളർന്നിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5 പച്ചമുളക് നെടുകെ പിളർന്നത്, ഒരു 3 തണ്ട് കറിവേപ്പില. ഇനി ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിതിൻ്റെ അരപ്പരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എന്നാലും ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനപ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെള്ളമൊക്കെ വെച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് തീരെ കുഞ്ഞ് ചെറുള്ളി ആയതുകൊണ്ടാണ് ഒരു 10-12 എടുത്തേക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 to 7 എടുത്താൽ മതി, വലുതാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു വേവിക്കാൻ വെച്ചപ്പോൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അന്നേരം നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പോഴും അതേകൂട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയൊക്കെ മിക്സിയുടെ ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ അരകല്ലിലോ നല്ലപോലെ ഒന്ന് അരച്ച് എടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ ഒരുവിധം വെന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുരിങ്ങക്കോല്, നെടുകെ പിളർന്ന മുരിങ്ങക്കോല് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ അങ്ങ് ഉടയണം. മാങ്ങയൊക്കെ നല്ലപോലെ ഉടങ്ങിയാൽ മാത്രമേ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടയുന്നുണ്ട്. ഇപ്പോൾ മുരിങ്ങയ്ക്ക നമുക്ക് അധികം വേവില്ലാത്തതുകൊണ്ടാണ് ഏറ്റവും അവസാനം മുരിങ്ങയ്ക്ക ഇടുന്നത്. ഇപ്പോൾ മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ വെന്തൊന്ന് മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കറി അങ്ങോട്ട് മിക്സ് ചെയ്യുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കറി ഒരു കാരണവശാലും ഇട്ട് തിളപ്പിക്കാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ കറി പക്ഷെ നന്നായിട്ട് ചൂടാകണം. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു കാരണവശാലും തിളയ്ക്കാൻ അനുവദിക്കരുത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചക്കക്കുരു ഒക്കെ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നമുക്കൊരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് വറുത്തെടുക്കാം. അപ്പോൾ കടുക് വറുക്കുന്നതിന് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞ് ചെറുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
ചെറുപയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കൊരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒഴിച്ചു കൂട്ടാറ്റത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു അടിപൊളി ഒരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ കണ്ടവർ തീർച്ചയായും ഒരു വട്ടമെങ്കിലും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.